നിങ്ങളൊന്ന് സമാധാനപ്പെട്. ഹലോ, ഒന്ന് കരയാതിരിക്കേ. ശരിക്കും എന്താ എന്താ ശരിക്കും എന്താ സംഭവം? ഒന്ന് ഓർത്ത് നോക്കിയേ. എന്തോർത്തിട്ടാണ് ഇത്രയും ഉത്കണ്ഠപ്പെടുന്നത്? എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? എന്തിനാണ്? അതും എൻ്റെ മക്കളുടെ കാര്യം ഓർത്താൽ ടെൻഷൻ അടിക്കൂലേ? ആ പിള്ളേർ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് വല്ല ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ടെൻഷൻ അടിക്കൂലേ? എനിക്ക് പിന്നെ ആരോ ഉള്ളത്? കുട്ടികൾക്ക് ഇപ്പം എത്ര വയസ്സായിട്ടുണ്ട്? അല്ല, അവര് ജനിച്ചിട്ടില്ല. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഈ കുട്ടി ജനിച്ച് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആക്സിഡന്റ് ആയാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത്. ഈ മറുപടി കേൾക്കുമ്പം മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതൊരു ആങ്സൈറ്റി ഡിസോർഡറാണ്. ഉത്കണ്ഠ ഒരു അസുഖമായിട്ട് മാറുന്നൊരവസ്ഥയാണ്. ചെറിയ രീതിയിലുള്ള ഉത്കണ്ഠകൾ നമുക്ക് നല്ലതാണ്, പോസിറ്റീവാണ്. നമ്മൾ പരീക്ഷയ്ക്കാണെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനും നമുക്ക് ഇച്ചിരി ടെൻഷൻ നമുക്ക് നല്ലതാണ്, ഒരു ഉത്കണ്ഠയൊക്കെ നല്ലതാണ്. പക്ഷെ ഓവർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ ഹാളിൽ കയറുമ്പോൾ കയ്യിരുന്ന് വിറയ്ക്കും, എല്ലാം മറന്നുപോകും, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ചിലർക്ക് വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ തിരികെ വരുന്നിടം വരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കൂടുതൽ അമ്മമാരെ നമ്മളിത് കാണാറുണ്ട്. അപ്പോൾ ചെറിയ അളവിലൊക്കെയാണ്, പക്ഷെ കൂടിക്കഴിഞ്ഞാൽ അപകടകരമാണ്. വീട്ടിൽ ചെറിയൊരു കടം വന്നു, സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വന്നു, അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തോർത്ത് ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന ഓവർ തിങ്കിങ് ആണ്. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് സാധാരണ ജീവിതം തന്നെ അസ്വസ്ഥമാകുന്നൊരു നോർമൽ ലൈഫ് സാധ്യമല്ലാത്ത രീതിയിലേക്ക് ആൻസൈറ്റി നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് നമുക്കൊരു കൗൺസിലിംഗ് വേണം. ഒരു സൈക്കോളജി കൗൺസിലിംഗ് നമുക്ക് വേണം. ചിലപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള ടോക്ക് തെറാപ്പി എന്തെങ്കിലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട്. ഒരു ആളുമായിട്ടിരുന്ന് സൈക്കോളജിസ്റ്റായിട്ടിരുന്ന് സംസാരിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് അടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ജോലി സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇത്രയും ടെൻഷൻ അടിക്കുന്നതിൻ്റെ ശരിക്കുള്ള കാരണം പണ്ടെപ്പോഴോ ആ HR നിന്ന് മാനേജറിൽ നിന്ന് കിട്ടിയ ഒരു വഴക്കാണ്, ഒരു ശകാരം. അതിനെക്കുറിച്ച് ഓർത്തിട്ട് ആ വ്യക്തിയെക്കുറിച്ച് ഓർത്ത് ആ വർക്ക് പ്ലേസ് തന്നെ പേടിയായി പോവുകയാണ്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ടെൻഷനാകുന്ന അവസ്ഥയുണ്ടാകും. ചില കുട്ടികളെ കണ്ട് സംസാരിക്കാൻ മനസ്സിലാകുന്നുണ്ട്, കുട്ടിക്ക് സ്കൂൾ ബസ് കണ്ടാൽ പേടിയാണ്, സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ടെൻഷനാണ്. ഇല്ല ഞാൻ പോകില്ല, എന്നെ കൊന്നാലും ഞാൻ പോകില്ല. അവസാനം അന്വേഷിച്ച് വരുവാണ് മനസ്സിലാകുന്നത് ഒരു ടീച്ചർ അവനെ ഒന്ന് വഴക്ക് പറഞ്ഞു. പിന്നെ അവനെപ്പോഴും ആ ടീച്ചറിനെ കുറിച്ചാണ് ചിന്ത. അതിനെക്കുറിച്ച് ചിന്തിച്ച് അവസാനം അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. സോ നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ആൻസൈറ്റി നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കൊരു കൗൺസിലിംഗ് സെഷനിലേക്ക് വരാനായിട്ടും ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ലൈഫ് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.